ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിലത്തെ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. രാവിലെ ഈ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോഴേക്കും ഈ കിളികളുടെ ശബ്ദവും ഇവിടെയാണെങ്കിൽ എപ്പോഴും ഈ ചീവീട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ദേഷ്യമൊക്കെ വരും കേട്ടോ. കാരണം എനിക്കിപ്പോൾ വീഡിയോയ്ക്ക് വോയിസൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലായിരുന്നപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വ്ളോഗ്സ് എല്ലാം ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ബോറടിച്ച് കാണുമല്ലേ നമ്മുടെ ട്രാവൽ വ്ളോഗൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഷബാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി എന്തായാലും ഇന്ന് തൊട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുകളായിരിക്കും കേട്ടോ ചാനലിൽ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇവിടുത്തെ പ്രഭാതമൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഞാനൊന്ന് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതുപോലെ തന്നെ 6 മണിയായപ്പോഴേക്കും ഉറക്കം എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അവരൊക്കെ ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ട്രാവലിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്നാണ് സ്വസ്ഥമായിട്ടൊന്ന് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. എനിക്കും അനിയനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. ഹസ്ബൻഡിനും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനും അനിയനും കൂടി ഇത് കഴിക്കുന്ന കണ്ടിട്ട് ആമിക്കും വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ശരിക്കും രാവിലെ ദോശയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോഴേക്കും കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ സിറ്റ് ഔട്ടിലിരുന്ന് കഴിക്കുവാണ്. ബൈ. ഓക്കേ ഗയ്സ്, ഞങ്ങളുടെ എസ്റ്റേറ്റ് കാണാം. 8 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഒന്ന് നടക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ. അപ്പോൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ട് പോകാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ പോയി കണ്ട് ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഇടവഴിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ കൂടി മേലോട്ട് കയറി പോയാൽ മതി. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ തൊട്ടാവാടി നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെന്നൈയിലൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ അത് കണ്ടിട്ട് ആമിക്ക് ഇങ്ങനെ അത് പറഞ്ഞു കൊടുത്തതാണ് ഇത് തൊട്ടാവാടിയാണെന്നൊക്കെ. അതിങ്ങനെ തൊടുന്ന സമയത്ത് അതിൻ്റെ ഇല ഇങ്ങനെ അണഞ്ഞു പോകില്ലേ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ സ്ഥലം. മൊത്തം കാട് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ക്ലീൻ ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പൊട്ടക്കിണറൊക്കെ ഉണ്ട്. അതിലാണ് കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ ഇടുന്നത് നമ്മൾ. പിന്നെ ഈ വഴിയോരത്തൊക്കെ ഇഷ്ടംപോലെ ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ എന്തൊക്കെ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിമുകളൊക്കെ ഉണ്ടല്ലേ, എനിക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിവിടെ ചെന്നൈയിൽ മാളിൽ വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്. VR ചെന്നൈയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെടി നഴ്സറിയിലൊക്കെ ഭയങ്കര റേറ്റാണ്. ഇവിടെ ഇതേ കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചെടി എന്താണ് പൊട്ടാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്ന ചെടിയാണെന്നാണ് അനിയൻ്റെ വൈഫ് പറഞ്ഞു തന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി. അപ്പോൾ നല്ല സൗണ്ട് കേൾക്കും, പൊട്ടാസിൻ്റെ സൗണ്ട് കേൾക്കും അത്രേ. പിന്നെ ഈ ചുവന്ന കളറിൽ കാണുന്ന ഒരു ചെറിയൊരു കായില്ലേ, അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തേച്ചിട്ട് മുറിവാണെന്ന് പറഞ്ഞിട്ട് രക്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുമെന്ന്. ഞങ്ങളിതൊക്കെ കൊച്ചിലേ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അതാണെങ്കിൽ കടുക് പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ, കാട്ടുകടുക് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെ. കൊച്ചിലെ ചെറുതായിരുന്നപ്പോൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന സമയത്ത് അതിങ്ങനെ വെച്ചിട്ട് കടുക് താളിക്കുന്ന പോലെയൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ അങ്ങോട്ടൊക്കെ അനിയൻ്റെ വൈഫൊക്കെ ചെറുതിൽ അതിനെ പേനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു അത്ര. പിന്നെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പപ്പൻ താടിയാണ്. അപ്പപ്പൻ താടി എടുത്ത് ഇങ്ങനെ ഊതി പറപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നൊസ്റ്റു അടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഇപ്പോൾ നടക്കാനായിട്ട് വേറെ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് അടിക്കാറുണ്ട്. ഹസ്ബൻഡിനാണെങ്കിൽ രാവിലെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു മടിച്ചയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. പക്ഷേ എന്നെ വീട്ടിലിരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. എന്തായാലും ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യില്ല എന്നറിയാം. അപ്പോൾ എന്നെക്കൊണ്ട് നടത്തിക്കാനും കൂടി വേണ്ടിയിട്ട് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുവഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ നാട്ടിലായിരുന്ന സമയത്ത് എന്നെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ട് സമയം കിട്ടിയതും. പിന്നെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളാണ് ഉള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ താമസിക്കുന്നത് ഒരു മലയോര പ്രദേശത്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം റബ്ബർ മരങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ ഒരു ചെറിയൊരു കൈത്തോടൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ വന്നാണ് കുളിക്കുന്നതും തുണി കഴുകലും ഒക്കെ. ചെറുതായിരുന്നപ്പോൾ കേട്ടോ, അതായത് 1ാം ക്ലാസ്സിലും 2ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി ഇവിടെ വരും. കുറേ നല്ല ഓർമ്മകളുള്ള സ്ഥലമാണിത്. പിന്നെ ആ കണ്ടത് പിന്നമരമാണ്. പിന്നയ്ക്ക മരം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ മരമാണത്. ഇവിടുത്തെ ഈ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മരം കൂടിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളും ഇതൊക്കെ കണ്ടപ്പോഴേക്കും ചുമ്മാതൊന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ജാതിമരമാണ്. ജാതിക്കയില്ലേ, ആ സംഭവമാണ് നട്ട്മഗ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൃഷി ഇവിടെ ഉണ്ട് കേട്ടോ. വേറെ ആർക്കും ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ നടന്നു വന്ന സമയത്ത് കണ്ടുവെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഇതിൽ ജാതിക്കയൊക്കെ ഒരുപാട് കായ്ച്ചു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചത് മാവേലിക്കരയിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് അച്ഛൻ അവിടെ ആയിരുന്നേ ടാപ്പിംഗ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ജാതിമരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ ഏരിയയിലില്ലെങ്കിലും കുറച്ച് മുന്നോട്ടൊക്കെ പോയാൽ കുറച്ച് മാറിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ജാതിക്ക ഉണ്ട്. മലയോര പ്രദേശത്താണത് കൂടുതലായിട്ടും വളരുന്നത്. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഈ തോട് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ചെറിയ കൈത്തോട് തന്നെയാണ്. ഫ്രണ്ടിലോട്ട് വരുമ്പോഴേക്കും അതിങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് വലിയ തോടായിട്ട് മാറും. ഇഷ്ടംപോലെ വെള്ളമുള്ള തോടാണ് ഇത്. ഇപ്പോൾ ശരിക്കും മെയ് മാസത്തെ ഈ വേനൽച്ചൂട് കാരണം വെള്ളം കുറവാണ്. പക്ഷെ ഇങ്ങനല്ല, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചിറങ്ങും കേട്ടോ. അതുപോലെ തന്നെ അപകടവും ഉണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ വന്ന സമയത്ത് പാറയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങാനൊന്നും കുഴപ്പമില്ല. ഇവിടെയും ആൾക്കാർ വന്ന് കുളിക്കാറുണ്ട്. ഞങ്ങൾ പണ്ട് ഇവിടെ അങ്ങനെ കുളിക്കാനൊന്നും വരത്തില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ തൊട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നട ആയ കാരണം കൊണ്ട് സ്ത്രീകൾ അങ്ങനെ വലുതായിട്ട് ഇവിടെ വന്ന് കുളിക്കാറില്ല. പുരുഷന്മാരാണ് കുളിക്കുന്നത്. ഹസ്ബൻഡിന് ഇത് കണ്ടപ്പോഴേക്കും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇറങ്ങി വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയായിരുന്നേ. ഒരു 10 മണിയോടടുപ്പിച്ച് വീട്ടിലെത്തി. വന്നപ്പോഴേക്കും അമ്മയും നാത്തൂനും കൂടി ഇവിടെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുവാണ്. അപ്പം അവരേകദേശം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയായിരുന്നു. ഇന്നത്തെ മീനെന്ന് പറയുന്നത് കൊഴിയാളാന്ന് പറയും. അയിലക്കൊഴുവ എന്നാണ് വേറെ ഏതോ സ്ഥലത്ത് പറയുന്നതെന്ന് ഒരിക്കൽ കമൻറ്റിൽ ഇട്ടായിരുന്നു കേട്ടോ. ഞാനൊരു വ്ളോഗിൽ ചോദിച്ചിരുന്നപ്പോൾ. അപ്പോൾ ഈ മീനാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ നാത്തൂനാണെന്ന് മീൻ ക്ലീൻ ചെയ്യുന്നത്. അമ്മയാണെങ്കിൽ ഇവിടെ ചക്കയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇത്തവണ നാട്ടിൽ വന്നപ്പോഴേക്കും ഇഷ്ടംപോലെ ചക്ക കഴിക്കാനായിട്ട് പറ്റി. പക്ഷേ ശരിക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്നില്ലല്ലോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഇത്തവണയായിരുന്നു കേട്ടോ. ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല. 1-2 ദിവസം മാത്രമാണ് ഞങ്ങൾ ഗ്യാപ്പ് എടുത്തത് കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഓരോ ട്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതൊക്കെ നമ്മുടെ ട്രാവൽ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ. മീൻ വറുക്കുന്ന സമയത്ത് മസാല എല്ലാം കൂടി ഇങ്ങനെ അരച്ചിട്ട് ആണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. അനിയൻ്റെ വൈഫാണ് പറഞ്ഞു തന്നത് മീൻ വറുക്കുന്ന സമയത്ത് ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അത് ഹോട്ടലിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ പറഞ്ഞു കൊടുത്ത ടിപ്പാണ് അത്രേ. അപ്പോൾ നിങ്ങളും എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മീൻ വറുക്കുന്നത് വീട്ടിൽ. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിരുന്നു. ഞാനും നാത്തൂനും കൂടി കട്ട് ചെയ്തൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. കുക്കിംഗ് എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കുക്കിങ്ങിന് കയറത്തില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നാണ് ഇത്തവണ ഭക്ഷണം കഴിച്ചത് കേട്ടോ. വീട്ടിൽ കുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 1-2 ദിവസം മാത്രമാണ്. ബാക്കി എല്ലാ ദിവസവും പുറത്ത് നമ്മൾ യാത്രയിലായ കാരണം കൊണ്ട് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ മിക്കവാറും എല്ലാ ദിവസവും രാത്രിയും ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചായിരുന്നു.
വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ വൈഫ് ജോലിക്ക് കയറിയിട്ടുണ്ട്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ മോനെ ഇങ്ങനെ ഞങ്ങൾ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവളും ജോലി ചെയ്യുന്നത്. അപ്പോൾ റൂമിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആമി ഉണ്ടെങ്കിൽ അവനിങ്ങനെ കളിച്ചോളും. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. ആമിക്കും നല്ല വിഷമമായിരുന്നു. കാരണം ഇവർ വർഷത്തിലൊരിക്കലോ 2 ദിവസത്തിലൊരിക്കലോ ഒക്കെയാണ് പരസ്പരം കാണുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞു പോവും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചായ ഇട്ടിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇതിനിടയിൽ തന്നെ ഉള്ളിവടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ശരിക്കും ഞാൻ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ ഒരുപാട് ആഹാരം കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ ചെന്നൈയിലെ ചോറ് കഴിച്ചിട്ട് നാട്ടിലത്തെ ചോറ് കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ ദഹിക്കാതെ വയറൊക്കെ ഇങ്ങനെ ആകെ വീർത്ത് കെട്ടിയിരിക്കും കേട്ടോ. അത് ശരിക്കും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ഇതുകൊണ്ടാണ്. അതെനിക്ക് ഇവിടുത്തെ ചോറ് ഒട്ടും സെറ്റാവുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്കും എൻ്റെ അനിയനുമാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കേട്ടോ. ചോറ് മാറി കഴിച്ചപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. ഒന്നും നോക്കാതെ ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങ് ഭക്ഷണം കഴിക്കും കേട്ടോ. അതായത് വാരി വലിച്ച് അങ്ങനെ കഴിക്കുമെന്നല്ല. ശരിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മ ഇങ്ങനെ ഒരുപാട് ഭക്ഷണം നമുക്കിങ്ങനെ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ നാത്തൂനും അത് തന്നെയാണ് പറയുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാനും ഡയറ്റൊക്കെ നോക്കണമെങ്കിലൊക്കെ ഇനിയിപ്പോൾ എന്തായാലും തിരികെ ചെന്നൈയിൽ വന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പണിപ്പുരയിലൊക്കെയാണ്. വൈകുന്നേരം ഞാനൊന്ന് മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്കാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ മുറ്റമുണ്ട്. മതിലൊക്കെ കെട്ടിയതിന് ശേഷം ഒരുപാട് മുറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിയുന്നതിന് മുന്നേയൊക്കെ എൻ്റെ സ്ഥിരം ഹോബിയാണ് വൈകുന്നേരങ്ങളിൽ മുറ്റമടി. എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പം ശരിക്കും ചെന്നൈയിൽ വരുമ്പോൾ ഇതൊക്കെ ഒരുപാട് അങ്ങോട്ട് മിസ് ചെയ്യേ. കാരണം നമുക്കിവിടെ മുറ്റമൊന്നും ഇല്ലല്ലോ. ഫ്രണ്ടിൽ കുറച്ച് മുറ്റം ഉണ്ടെങ്കിലും അത് അങ്ങനെ നമുക്കങ്ങനെ അടിച്ചു വാരാനും വേണ്ടിയിട്ടുള്ള അത്രത്തോളം അഴുക്കൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴാണ് എൻ്റെ ആ സങ്കടമൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആമിയും എന്നോടൊപ്പം കൂടി. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവളും ചൂലൊക്കെ എടുത്തിട്ട് എൻ്റെ പുറകെ വന്നതാണ് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ കുറച്ച് പുല്ല് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു. എല്ലാമൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ കളഞ്ഞിട്ട് ഇതിനിടയിൽ തന്നെ അവിടെ പോയിട്ട് കുറച്ച് ചെടികളെയൊക്കെ നോക്കി നിൽപ്പായിരുന്നു കേട്ടോ. ലക്കി ബാമ്പു ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നു വന്നു. അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു. എൻ്റെ അമ്മ അത് ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചിരുന്ന ചെടിയായിരുന്നു കേട്ടോ. കുറച്ച് ചെറിയതായിരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് ലാസ്റ്റ് വന്നിട്ട് പോയത്. ഇപ്പം നോക്കിയപ്പോഴേക്കും നല്ല വലുതായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അനിയൻ്റെ വൈഫ് വന്നിട്ട് ജോലിക്കിടയിലാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ തന്നെ വീടിനുള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എപ്പോഴും വീടിനുള്ളിൽ അടിച്ച് വാരിയിട്ടാണ് മുറ്റത്ത് അടിക്കേണ്ടത്. പക്ഷേ ഞാൻ കുട്ടികൾ കളിച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാറായി. ആ ഒരു ആകാശമൊക്കെ ഒന്ന് ചുവന്ന് തൊടുത്ത് വരാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്ര ചൂടായിട്ട് തോന്നിയില്ല. ചെന്നൈയിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂട് കുറവാണ് കേട്ടോ. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡും അനിയനും കൂടെ പോയിട്ട് ഇതുപോലെ പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അനിയനും വൈഫും കൂടെ പോയിട്ട് ഇതുപോലെ ചുരിദാറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ, അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ഞങ്ങൾ ആദ്യമായിട്ട് ചുരിദാർ ഇടിയിപ്പിച്ചു എന്ന്. അപ്പം അവരത് മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവരിത് ഈ സംഭവമാണ് മേടിച്ചു തന്നത്. ഈ ഒരു ഡെക്കോർ പീസാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു എപ്പോഴും ഡ്രസ്സല്ലേ എടുത്തു തരുന്നത്, അപ്പോൾ ഇത്തവണ എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയെന്ന്. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ ഷോക്കേസിൽ കൊണ്ട് വെച്ചാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ അനിയനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതാണെങ്കിൽ നെക്സ്റ്റ് ഡേ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയി. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത് കേട്ടോ. വൈകുന്നേരം 6:30ക്കും 7:30ക്കും ദീപാരാധനയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞാൻ എല്ലാ തവണയും നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കൃഷ്ണൻ കോവിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ എന്നും വൈകുന്നേരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇവിടുത്തെ ഈ കണ്ണനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ഓടി
ഓടി വന്ന് പറയുന്നത് ഈ കണ്ണൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും ചെന്നൈയിൽ വന്നപ്പോഴേക്കും ഒരുപാട് മിസ് ചെയ്തത് എൻ്റെ ഈ കണ്ണനെയാണ്. പക്ഷേ ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്നൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരുന്നൊരു ഫീല് കിട്ടിയത്. അത് അങ്ങനെയാണല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ ചില ക്ഷേത്രങ്ങളായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയി പോവും. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കുമല്ലേ ഈശ്വരൻ എല്ലായിടത്തും ഇരിക്കുന്നത് ഒരുപോലെയാണെന്ന്. പക്ഷേ എൻ്റെ പൊട്ടത്തരാണോ എന്താണെന്ന് അറിയത്തില്ല, എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ. ഞാനൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ ആ ക്ഷേത്രത്തിൽ കിട്ടുന്ന അതേ ഫീലിങ്സ് ആയിരിക്കില്ല വേറൊരു ക്ഷേത്രത്തിൽ. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ അതുപോലെ എനിക്ക് ഈ കോവിലിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും എന്തോ എനിക്ക് ഇത്രയും വേണ്ടപ്പെട്ട ആരോ ആണ് ഇവിടെ ഉള്ളത് എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലെ തോന്നൽ കേട്ടോ. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം. ഞങ്ങൾ 7:30-ക്കുള്ള ദീപാരാധനയും കഴിഞ്ഞ് ഞങ്ങൾ വന്നത് കണ്ടിട്ട് ഇവിടുത്തെ പോറ്റി ഞങ്ങൾക്ക് പാൽപ്പായസമൊക്കെ തന്നു വിട്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു അർച്ചനയൊക്കെ ചെയ്തിട്ട് ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ടാണ് വന്നത്. ആമി വന്നിട്ടില്ല, ആമിയൊക്കെ വീട്ടിൽ നിൽക്കാൻ കേട്ടോ. ഞാനും ഹസ്ബൻഡും മാത്രമാണ് വന്നത്. അപ്പോൾ 2 ദിവസം എനിക്കിവിടെ വരാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഒന്ന് ഞങ്ങൾ പൊന്മുടി പോയ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് പോയത്, അതൊരു വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നും വന്നിട്ട് കുറേ നേരം ഇരുന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.